ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു ബിസിനസ്മാൻ തന്റെ ബിസിനസ്സിൽ വളരെയധികം പരാജയം സംഭവിച്ച് ഒരു പാർക്കിൽ വളരെയധികം നിരാശനായി ഇരിക്കുകയായിരുന്നു. ആ പാർക്കിലേക്ക് ഒരു വൃദ്ധനും വൃദ്ധയും കടന്നു വരുന്നു. ബിസിനസ്മാനെ കണ്ടയുടൻ തന്നെ വൃദ്ധന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുകയും ബിസിനസ്മാന്റെ അടുത്ത് ചെന്ന് കാര്യം അന്വേഷിക്കുകയും ചെയ്തു. ബിസിനസ്മാൻ ഇങ്ങനെ ഉത്തരം നൽകി: മുത്തശ്ശ, എന്റെ ബിസിനസ്സിൽ വളരെയധികം പരാജയം സംഭവിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. എനിക്കിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിനി എന്താണ് ചെയ്യുക? അയാൾ വീണ്ടും നിരാശനായി. വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു: നീ വിഷമിക്കേണ്ട, ഒരു കാര്യം ചെയ്യൂ. നിനക്ക് ഈ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ ഏകദേശം എത്ര രൂപ ആവശ്യമായി വരും? വൃദ്ധന്റെ ചോദ്യത്തിന് അല്പനേരം ഒന്ന് ആലോചിച്ച ശേഷം ബിസിനസ്മാൻ പറഞ്ഞു: എനിക്കൊരു ഏകദേശം 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞാൻ ഇതുപയോഗിച്ച് മുന്നേറുകയും എന്റെ അധ്വാനവും ഉപയോഗിച്ച് പരാജയത്തിൽ നിന്നും മുന്നോട്ട് വരികയും ചെയ്യും. എനിക്ക് വിജയിക്കാൻ സാധിക്കും. എന്നാൽ എന്റെ കയ്യിൽ ഇപ്പോൾ അത്രയും പണമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും തന്നെ കിട്ടുന്നില്ല. മുത്തശ്ശൻ പയ്യെ തന്റെ കവറിൽ നിന്നും ഒരു ചെക്ക് ബുക്ക് എടുത്ത് 10 ലക്ഷം രൂപ എഴുതി ഒപ്പിട്ട് നൽകി. ബിസിനസ്മാൻ അമ്പരന്ന് പോയി. ബിസിനസ്മാന്റെ ഇരിപ്പിലും മട്ടിലും തന്നെ മുത്തശ്ശന് കാര്യം മനസ്സിലായി. മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു: ഒരു കാര്യം ചെയ്യൂ. നീ ഇനി ഇത് ദാനമായൊന്നും കരുതണ്ട. തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്ന് തന്റെ കടങ്ങളിൽ നിന്ന് തിരികെ വരുവാനായി തനിക്ക് 10 ലക്ഷം രൂപ തരുന്നു. നീ അമ്പരക്കേണ്ട ആവശ്യമില്ല. ഇത് നീ ദാനമായും കരുതേണ്ട. ഇതൊരു കടമായി കരുതിക്കോളൂ. അടുത്ത വർഷം ഇതേ ദിവസം ഇതേ സ്ഥലത്ത് വരും. നിന്റെ ആ രൂപ എനിക്ക് അപ്പോൾ തിരിച്ചു തന്നാൽ മതിയാകും. വൃദ്ധന്റെ വാക്കുകൾ ബിസിനസ്മാൻ കേൾക്കുകയുണ്ടായി. ബിസിനസ്മാൻ തിരികെ പോവുകയും ആ 10 ലക്ഷം രൂപയും തന്റെ അധ്വാനവും ഉപയോഗിച്ച് താൻ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും മുന്നേറി വളരെയധികം വിജയം കൈവരിക്കുകയും വിജയിച്ച ബിസിനസ്മാൻമാരിൽ വളരെ മുന്നോടിയായി വരികയും ചെയ്തു. ശേഷം 1 വർഷം കഴിഞ്ഞു. ബിസിനസ്മാൻ അതേ പാർക്കിൽ വീണ്ടും എത്തി. വളരെ നേരം കാത്തിരുന്നെങ്കിലും അവിടെ ആരെയും കാണുവാൻ സാധിച്ചില്ല. ബിസിനസ്മാൻ തിരികെ പോകുവാനായി. അപ്പോഴാണ് ആ വൃദ്ധ ആ പാർക്കിലേക്ക് കടന്നു വരുന്നത് ബിസിനസ്മാന്റെ കണ്ണിൽ പെട്ടത്. ബിസിനസ്മാൻ ഓടി വൃദ്ധയുടെ അടുത്തെത്തി കാര്യം അന്വേഷിച്ചു. മുത്തശ്ശൻ എവിടെയാണ്? ഈ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു. മുത്തശ്ശി അമ്പരന്ന് പോയി. മുത്തശ്ശി പറഞ്ഞു: ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. മുത്തശ്ശൻ ചെറിയ മാനസിക പ്രശ്നമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാര്യം നടന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മാത്രമല്ല, 1 മാസം മുമ്പ് തന്നെ മുത്തശ്ശൻ മരണമടയുകയും ചെയ്തു. മാനസിക പ്രശ്നമുള്ള ഒരാളോ? അതെ, ചിന്തിച്ചു നോക്കൂ. ഒരു കാര്യം, ബിസിനസ്മാന്റെ ജീവിതത്തിൽ അത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് ആ മാനസിക പ്രശ്നമുള്ള മുത്തശ്ശനായിരുന്നു. അയാളുടെ വാക്കുകൾക്കായിരുന്നു. അതെ, ഓരോ വ്യക്തികളും അവരുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെലുത്താൻ സാധിക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ വാക്കുകൾക്ക് അത്രയധികം പ്രാധാന്യമുണ്ടെന്ന് വേണം നമ്മൾ വിശ്വസിക്കുവാൻ. അതെ, അത് സത്യം തന്നെയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ പരാജിതനാക്കുവാനും ഒരാളെ വിജയിപ്പിക്കുവാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതെങ്ങനെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നല്ലത് ചിന്തിക്കാം, നല്ലത് പ്രവർത്തിക്കാം, നല്ലത് പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.